അപ്പോൾ ദേ നമ്മൾ ഒരാഴ്ച നമ്മുടെ അമ്മൂമ്മയുടെ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് ദേ നമ്മൾ നമ്മുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. അതിന് മുമ്പ് കുറച്ച് ഫോട്ടോഷൂട്ട്സൊക്കെ ആവാമെന്ന് കരുതി യുവിയും ഞാനും കൂടി ഭയങ്കര ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു, വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. നമുക്ക് ഷോർട്സായിട്ട് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. ആൾ ഇങ്ങനെയൊന്നും ഇരിക്കുന്നില്ല കേട്ടോ. പുള്ളിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ നമ്മൾ എടുത്തുകൊണ്ട് പുള്ളി നടക്കണം, ഇരിക്കുന്നതൊന്നും ഇഷ്ടമല്ല. പുള്ളി ഇങ്ങനെ തോളിലിട്ടുകൊണ്ട് നടക്കണം. നമ്മൾ മടിയിൽ വെച്ചിരിക്കുന്നതൊന്നും പുള്ളിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. ചില സമയത്ത് ഭയങ്കര സന്തോഷമായിരിക്കും, ചില സമയത്ത് നമ്മുടെ അന്യനെ പോലെ ആയിരിക്കും, ചില സമയത്ത് പാവ അമ്പിയായിരിക്കും. പുള്ളി എന്തായാലും ഒരുങ്ങിയൊക്കെ നിൽക്കുക, അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകാനായിട്ട്. എല്ലാവർക്കും വിഷമമുണ്ട് പോകുന്നതിൽ. ഞങ്ങൾ കുറച്ച് ഡാൻസൊക്കെ കളിച്ച് കുറച്ച് റീൽസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാണ്. ആൾ ഇപ്പോൾ വലിയ പ്രശ്നമില്ലാതെ ഇരിക്കുന്നുണ്ട്. ഇനി ഇങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. എപ്പോഴും പാൽ വേണം, പാലേന്ന് പറഞ്ഞ് കടിക്കുക. നമ്മളൊന്ന് ഫേസ് വെച്ച് കൊടുത്താൽ നമ്മളെ നക്കി തുടച്ചോളും ആൾ. നമ്മൾ വാവെടുത്ത് സംസാരിക്കുമായിരുന്നു, വീഡിയോ എടുത്തുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പോകുന്നതിൽ എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്. ഇനിയിപ്പോൾ എപ്പോഴാണ് ഇങ്ങോട്ട് വരാൻ പറ്റുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ അകത്തോട്ട് പോകാൻ വേണ്ടി പോയത് എല്ലായിടത്തും യാത്ര പറയുവാണ്. ഞങ്ങളുടെ സഖിക്കുട്ടിയാണ്, സുയോധുവാണ്. ഭയങ്കര കാര്യമാണ് പോകുന്നതിലൊക്കെ വിഷമമാണ്. എല്ലാവരും ഉമ്മയൊക്കെ കൊടുക്കുവാണ്. പിന്നെ കുഞ്ഞമ്മയും, ഇത് കുഞ്ഞമ്മയുടെ മോളാണ് അനു. അപ്പോൾ ഞങ്ങളെല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് യുവിയെ യാത്രയൊക്കെയാണ് എല്ലാവരും കൂടി. അപ്പോൾ എല്ലാവർക്കും സങ്കടമുണ്ട്, പക്ഷെ നമുക്ക് പോയാലേ പറ്റുള്ളൂ. അപ്പോൾ അച്ഛൻ തന്നെ ഓട്ടോയൊക്കെ എടുത്തിട്ട് റെഡിയായിട്ട് നിൽക്കുക. ഓട്ടോയിൽ കയറി പോകാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. അച്ഛൻ പറയുക പെട്ടെന്ന് കയറി, സന്ധിക്കുമ്പോൾ പോകണം കുഞ്ഞിനെയും കൊണ്ടെന്ന്. അപ്പോൾ ഞാൻ തന്നെ കുഞ്ഞിനെ മുടി വയ്ക്കാനായിട്ട്, പൊടിയൊക്കെ അല്ലേ അങ്ങോട്ട് പോകുമ്പോൾ പൊടിയടിക്കും, പിന്നെ തണുപ്പുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ പൊതിഞ്ഞൊക്കെ വെച്ചേക്കുവാണ്. എല്ലാവരും ഇപ്പോൾ ഉമ്മയൊക്കെ കൊടുത്ത് യുവിയെ പറഞ്ഞു വിടുക. എല്ലാവരും മിസ് ചെയ്യും യുവിയെ. ഇനി സാധനങ്ങളൊക്കെ ഒരാഴ്ചത്തേക്കാണ് വന്നതെങ്കിലും വണ്ടി നിറയെ സാധനമുണ്ട്. യുവിയുടെ സാധനങ്ങളാണ് കൂടുതൽ. അപ്പോൾ യുവി ഇതായി ഞങ്ങൾ പോവാണ്. യുവിയെ തന്നു എൻ്റെ കയ്യിലേക്ക്. അങ്ങോട്ട് നമുക്ക് വിട്ടു പോകാനായിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. ഞങ്ങൾ ഉമ്മയെല്ലാം കൊടുത്ത്, എല്ലാവരും ഉമ്മയൊക്കെ തന്നു യുവിക്ക്. അപ്പോൾ ഞങ്ങൾ ഇതേ പോവാണ്. എല്ലാവരും ടാറ്റയൊക്കെ തരുവാണ്, യുവിയെ പറഞ്ഞു വിടുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ പറഞ്ഞ് അച്ഛൻ്റെ ഓട്ടോ എടുത്ത് ഞങ്ങൾ പോയി. പിന്നെ എന്നാ അങ്ങോട്ട് തിരിച്ച് വരാൻ പറ്റുമെന്നറിയില്ല, എങ്കിലും ഇനിയും വീണ്ടും വരണം, എല്ലാവരുമായിട്ട് നിൽക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ, ബായ്. ഇത് നമ്മൾ ഓട്ടോയിൽ ഇരിക്കുന്ന കുറച്ച് വീഡിയോസായിരുന്നു. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി ഓട്ടോയിൽ വെച്ച് എടുത്തതാണ്. ഓട്ടോ കയറിയപ്പോൾ തന്നെ യുവി ഉറക്കമായി. പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോകുന്നത് ഫുൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കുഞ്ഞുണ്ടായതുകൊണ്ട് എനിക്ക് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മളതേ വീട്ടിലോട്ട് പോവാണ്. വീടിൻ്റെ അടുത്തുള്ള വഴി എത്താറായപ്പോഴത്തേക്ക് യുവി എണീറ്റായിരുന്നു. അവൻ എൻ്റെ കയ്യിൽ നിന്ന് കളി തുടങ്ങി. അപ്പോൾ അതേ വീടെത്തി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം, ബായ്.